എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ പോകുന്നു ഈ ആഴ്ച? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയും തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഈ സെറ്റ് ഓഫ് കാർഡ്സ് നിങ്ങളുടെ പേഴ്സൺ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ എനർജി ആണ്. ഓക്കെ, കറണ്ട് എനർജി എന്ന് തന്നെ വെച്ചോളൂ. ടുവേർഡ്സ് യു, ഇത് നിങ്ങളുടെ എനർജിയാണ് ടുവേർഡ്സ് ദം. ഓക്കെ, ഇതിൽ മാച്ച് ആവുന്നുണ്ടോ, നിങ്ങൾ മിറർ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് പരസ്പരം നിങ്ങളുടെ കറണ്ട് എനർജി എന്നുള്ളത് നമുക്ക് നോക്കാം. ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, അവരെ വിശ്വസിക്കാമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീലിങ്സ് അല്ലെങ്കിൽ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. പറഞ്ഞു വന്നത്, റീഡിങ്ങിൽ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ന്യൂട്രലായിട്ട് മാത്രം എടുക്കുക. ഓവറായിട്ട് സന്തോഷിക്കുകയോ ഓവറായിട്ട് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത്. അതാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. റീഡിങ്ങിലേക്ക് പോവാം നമുക്ക്. ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു, അവരുടെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സ് അവരെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അവരുടെ പേഴ്സൺ അവരെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണെ സ്നേഹിക്കുന്ന അത്രയും തന്നെ ഇവരെ സ്നേഹിക്കുന്നുണ്ടോ? അവരുടെ എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? അവരുടെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അവർ തിരിച്ചും സ്നേഹിക്കുന്നുണ്ടോ? അവരുടെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരും. എടുക്കാം കേട്ടോ. 4 of Cups, 8 of Wands, 2 of Cups, 3 of Pentacles, Death, okay, 10 of Pentacles, 2 of Swords. ക്ലാരിഫൈ ചെയ്യേണ്ട അവിടെ ചെയ്യാം കേട്ടോ. Queen of Wands, 9 of Cups, ബോട്ടം വന്നിട്ട് Ace of Wands. ഓക്കെ, ഇവിടെ എനിക്ക് ചില കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ 8 of Wands. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. 8 of Wands, ക്ലാരിഫൈ 8 of Wands, ക്ലാരിഫൈ 8 of Wands. Queen of Pentacles. Okay. Clarify 2 of Swords. Clarify 2 of Swords. Clarify 2 of Swords. Knight of Cups. ഓക്കെ, അവിടെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തന്നെയാണ്. 3 of Pentacles ഇടുന്ന. ക്ലാരിഫൈ 3 of Pentacles. ക്ലാരിഫൈ 3 of Pentacles. ക്ലാരിഫൈ 3 of Pentacles. Queen of Swords. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറേശ്ശെ അല്ലേ? ഇനി നിങ്ങളുടെ കൂടെ എനർജി എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് റീഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നീക്കി വയ്ക്കാം, സ്ഥലം വേണം നമുക്ക്. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്നേഹം എത്രത്തോളമാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ട്? അവരുടെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ് പേഴ്സൺ. മൈ വ്യൂവേഴ്സ് കറണ്ട് എനർജി ഫോർ ദ പേഴ്സൺ. അവരുടെ പേഴ്സണെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരൂ. എടുക്കാം. Magician, Hermit, Fool, Chariot, 6 of Cups, 8 of Pentacles, Ace of Cups,
അയ്യോ ഈശ്വര. കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒക്കെ പേജ് ഓഫ് കപ്സ് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോയിരിക്കുക കാർഡ്സ്. നിങ്ങൾ ഇത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളാണ് ഒരുപടി കൂടുതൽ അജിറ്റേറ്റഡ് ആയിട്ടും വിഷമിക്കുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ആലോചിക്കുന്നതായിട്ടും. നിങ്ങളുടെ പേഴ്സണ് മോശമില്ല, കൂടുതലായിട്ട് നിങ്ങളുടെ സൈഡിലാണ് കാണുന്നത്. 8 of Pentacles, clarify 8 of Pentacles, clarify 8 of Pentacles. Five of Pentacles, സാമ്പത്തിക പ്രശ്നം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വെച്ചിട്ട് 4 of Cups വെച്ചിട്ട് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടും ഒക്കെ തന്നെയാണ് കാണുന്നത്. കറണ്ട് എനർജിയാണ് നിങ്ങളിത് കാണുന്ന സമയത്തുള്ള. ഓക്കെ, 8 of Wands വെച്ച് അവർക്ക് തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നത് അവർക്കൊരു സാമ്പത്തിക ഭദ്രത പൂർണ്ണമായിട്ടും ഒരു ഇൻഡിപെൻഡൻസ് സാമ്പത്തികമായിട്ട് ഇതുവരെയും അറ്റൈൻ ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ഫൈനാൻസസിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, സേവിങ്സിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ജോലിയിൽ കരിയറിൽ എല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നു. ഒരു പക്ഷേ 4 of Cupsൻ്റെ എനർജി വന്നതുകൊണ്ട് നിങ്ങളൊരു ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ കുറച്ച് ദൂരെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. തീവ്രമായിട്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഡെത്ത് വെച്ചിട്ട് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിനൊരു അവസാനമുണ്ടാക്കി നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്ന് അവർ തീർച്ചയായും ആലോചിക്കുന്നുണ്ട്. 10 of Pentacles വെച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫാമിലി തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കാര്യവും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ പ്രൊട്ടക്ഷനും ഇവർ ചിന്തിക്കുന്നുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം, കാരണം ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ആ റിലേഷൻ, ആ ഒരു കുടുംബത്തിലേക്ക് എത്തിക്കണം എന്നവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നു. 3 of Pentacles. ഓക്കെ, 3 of Pentacles വെച്ച് പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് സോർട്സ് അവിടെ അത് ക്ലാരിഫൈ ചെയ്തപ്പോൾ ക്വീൻ ഓഫ് സോർട്സ് ആണ് കിട്ടിയത്. ചിലരുടെയെങ്കിലും പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊരു തടസ്സമായിട്ട് അവർക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ തേർഡ് പാർട്ടിയുടെയും പ്രൊട്ടക്ഷൻ ഇവരുടെ ചുമലിലാണ്. കാരണം പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് വരുന്നുണ്ട്. അവിടെ കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ പേഴ്സണ് ഉണ്ട് എന്ന് തന്നെ കാണുന്നു. ഓക്കെ, 9 of Cups വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. റെസ്പെക്റ്റ് കലർന്ന ഒരു അട്രാക്ഷൻ, ലവ് ഒക്കെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ 2 of Swords വെച്ചൊരു കൺഫ്യൂസിങ് സിറ്റുവേഷനിലാണ്. കാരണം അവിടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ ഇവരുടെ ചുമലിലുണ്ട് അല്ലേ. എടുത്തെറിഞ്ഞ് അങ്ങ് വരാനൊന്നും അവർക്ക് സാധിക്കില്ല. ഒരു ഹാങ്ങിങ്ങിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ സിറ്റുവേഷൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 8 of Cupsൻ്റെ എനർജി അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കും. ഇടയ്ക്ക് ഇവർ വരും, നിങ്ങളെ കാണും. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവർ നിങ്ങളെ വന്ന് കാണും, നിങ്ങൾ സംസാരിക്കും, പിരിയും എന്നുള്ളതാണ്. അറ്റ് പ്രസൻറ്റ് ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നവർ അതിതീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവിടെ തേർഡ് പാർട്ടി ഉണ്ടോ ഫോർത്ത് പാർട്ടി ഉണ്ടോ എന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല. നിങ്ങളുമായിട്ടൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയിൽ അത് തന്നെയാണ് കാണിക്കുന്നത്. 3-4 കാർഡ് ഇവിടെ എടുക്കാം. ഇനി സം മോർ കാർഡ്സ് ഫോർ ദെയർ കറണ്ട് എനർജി. ദ വേൾഡ്, ഞാൻ പറഞ്ഞില്ലേ, ലോങ് ഡിസ്റ്റൻസ് അതൊരു പ്രശ്നമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ട്രാവൽ ചെയ്ത് വന്ന് മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ആ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവിടെ ഇവർക്കൊരു ഫാമിലി ഉണ്ട്. അത് ഇവരുടെ സ്പൗസ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം. എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അത് കളഞ്ഞിട്ട് അവർക്ക് ഓടി വരാൻ പറ്റില്ല. ജോലി അവർ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കുന്നവിടെ ആയിരിക്കണം.
അതൊരു ബോദറേഷൻ ആണ്. ട്രാവൽ ചെയ്ത് വന്നിട്ട് വേണം നിങ്ങളെ കാണാൻ. വിചാരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു വിഷമം അവർക്കുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് വളരെ ഇമോഷണലായിട്ട് തന്നെയാണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അവരുടെ ഇമോഷൻസിൽ സ്നേഹം, വിരഹം എല്ലാം തന്നെ ഉണ്ട്, വിഷമം എല്ലാം തന്നെ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ, ഈ സിറ്റുവേഷൻ മാറി വരും, എല്ലാം ശരിയാകും, എല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ ഇവർ വിചാരിക്കുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. ഇവരെന്ത് ചെയ്യുമ്പോഴും, എന്ത് സിറ്റുവേഷനിലാണെങ്കിലും, അവർ ജോലിയിലാവട്ടെ, വെറുതെ ഇരിക്കാവട്ടെ, എന്തോ തന്നെ ആവട്ടെ, അവർ തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതായിട്ട്, ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ തുടർച്ചയായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് കേട്ടോ. നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ എനർജിയിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർക്ക് അവരുടെ ജോലിയിലും ശ്രദ്ധിച്ചേ മതിയാകൂ. കാരണം റെസ്പോൺസിബിലിറ്റീസ് അവിടെ വളരെ പ്രബലമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് കളഞ്ഞിട്ട് എടുത്തു ചാടി മുന്നോട്ട് വരാനുള്ളൊരു സാഹചര്യം അവിടെ അല്ല. പക്ഷേ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളെ പ്രതി വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം മജീഷ്യനാണ്. 9 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ് അവിടെ ഉണ്ട്. 9 ഓഫ് കപ്സ് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ കരുതുന്നുണ്ട്. 2 ഓഫ് കപ്സ് നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ വളരെ പ്രബലമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളോട് അവർക്ക് സ്നേഹമില്ലായ്മ ഉണ്ടോ? ഇല്ല, സ്നേഹമുണ്ട്, പക്ഷേ കൺഫ്യൂസ്ഡ് ആണ്, ഹാങ്ങിങ് സിറ്റുവേഷൻ ആണ് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കാര്യം നോക്കാം. നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്? മജീഷ്യൻ്റെ എനർജിയാണ് ആദ്യം. ഇവർ നിങ്ങളെപ്പറ്റി എത്രത്തോളം ചിന്തിക്കുന്നു അത്രയും തന്നെ നിങ്ങളും അവരെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ രണ്ടുപേരും തന്നെ നിങ്ങളുടെ എനർജീസ് മിറർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ കാര്യത്തിൽ കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മിസ്സിങ് എനർജി ഉണ്ടോ അവർക്കും അത്രത്തോളം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളും തുടർച്ചയായിട്ട് ഇവരെ പറ്റി ചിന്തിക്കുകയാണ്. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ഇവരെ മറക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ഇതിൽ. നിങ്ങൾക്ക് ഇവരെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വയറ്റിൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈസ് പറക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇവരെ എന്ന് തന്നെ ഇവിടെ കാണുന്നു. നിങ്ങളും അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെർമിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോഴും. കാരണം ഇവരെ മിസ്സിങ് ആണ്, ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു. ഇവരുടെ ഇന്ന് മെസ്സേജ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, ഇവരുടെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ പറ്റി തന്നെ ധ്യാനിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ലെവലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലർക്കും ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട് കേട്ടോ. എന്ത് തന്നെ റിസ്ക് ഉണ്ടെങ്കിലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് തയ്യാറാണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. വരുന്നിടത്ത് കാണാം. എന്ത് തന്നെ ആയാലും മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. ചാരിയറ്റ് വെച്ച് നിങ്ങളുടെ തീരുമാനം ഉറച്ചതാണ്. ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച് നിങ്ങളൊരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് പരസ്പരം അറിയാം. അതായത് 1-2 കൊല്ലത്തിൽ കൂടുതലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരസ്പരം അറിയാം. നിങ്ങൾക്ക് ഒന്നിച്ച് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് എല്ലാം നിങ്ങൾ തുടരെ ആലോചിക്കാറുണ്ട്. ഭയങ്കര മിസ്സിങ് എനർജിയാണ്. നിങ്ങൾക്ക് അവരെ ഒരുപാട് സ്നേഹമാണ് കേട്ടോ. അതേപോലെ 8 ഓഫ് പെൻറ്റക്കിൾസും 5 ഓഫ് പെൻറ്റക്കിൾസും വെച്ച് ഫൈനാൻഷ്യൽ ബാധ്യതകൾ നിങ്ങൾക്കും ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കും ഉണ്ട്, ജോലിയിൽ നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും എന്താണ് ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഇവരുടെ ചിന്തകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏകദേശം രണ്ടുപേരും തന്നെ അവരവരുടെ എനർജീസ് മിറർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്നേഹം കൊണ്ടിരിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയാണ്. മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് നിങ്ങൾക്ക്. ലവേഴ്സ് പോലും അല്ല, അതിനും ഒരുപടി മേലെയായിട്ടാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾ റെഡിയാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവരുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ മെസ്സേജ് ഉണ്ടോ, കോൾ ഉണ്ടോ,
അല്ലെങ്കിൽ ഇവരുടെ പിക്ചർ ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, ഇവർക്ക് മെസ്സേജസ് അയക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ അയക്കാൻ ശ്രമിക്കും, കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവരുടെ ഒരു മെസ്സേജ് വരില്ലേ, ഇവരൊന്ന് കോൾ ചെയ്യില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളും ഹൈലി ഇമോഷണൽ ആണ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ഈ സ്നേഹം, വിരഹം, വിഷമം എല്ലാം നിങ്ങൾക്കും തന്നെ ഉണ്ട് അല്ലേ? ഏകദേശം മിററിങ് അല്ലേ രണ്ടുപേരും? ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളും അവരുമായിട്ടൊരു പുതിയ തുടക്കം വേണം, ഒരു ലൈഫ് ഒന്നിച്ച് വേണം എന്നൊക്കെ നിങ്ങളും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം. ഡിവൈൻ ഗിവ് മീ സം മോർ കാർഡ്സ്, പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്, പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. ദ വേൾഡ്, വീണ്ടും അതും മിററിങ് ആണ് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ വിചാരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സണെ കാണാൻ സാധിക്കാറില്ല. അതിൻ്റെ ഒരു വല്ലാത്ത വിഷമം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദ സൺ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്ന ഒരാളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവരെ പറ്റി ആരെങ്കിലും മോശം വർത്തമാനം പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ കാര്യം. അവരെ കുറ്റം പറയേണ്ട, എനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. കാരണം നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം കൊണ്ടുവന്നത് അവരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ വളരെ ഹൈ ലെവലിലാണ് ലൈഫിൽ ചിന്തിക്കുന്നത്. ക്വീൻ ഓഫ് വാൻസ് വെച്ചിട്ട് നിങ്ങൾ അവരെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ് എന്നും കാണുന്നു. ബഹുമാനം കലർന്ന സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഉള്ളത്. ഓക്കെ, റെസ്പെക്റ്റും ഉണ്ട് എന്ന് തന്നെ കാണുന്നു കേട്ടോ. 7 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ കോൺസ്റ്റൻ്റ് ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലാണ്. കണ്ണ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്ന ഒരു എനർജി. അതായത് ഇവരെ പറ്റി തന്നെ ചിന്തിക്കുകയാണ് തുടർച്ചയായിട്ട്. നിങ്ങളുടെ പേഴ്സണെ പറ്റി തന്നെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്താണ് വിളിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളവരെക്കുറിച്ച് ഇൻസെക്യൂറായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിളിക്കാതെ, നീ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ, പൊസസീവ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നീ എങ്ങാനും അവർ എന്തെങ്കിലും പിക്ചറോ അപ്ഡേറ്റോ വല്ലതും ഇത്തിരി ഹാപ്പി ആയിട്ടോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെയോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാതെ മറ്റാരെ പറ്റിയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവരെ പൊസസീവാണ് അവരുടെ കാര്യത്തിൽ നിങ്ങളെന്ന് കാണുന്നു കേട്ടോ. 2 ഓഫ് കപ്സ്, നിങ്ങളും ഒരു റീയൂണിയൻ, തമ്മിൽ കാണൽ എല്ലാം കണ്ട് സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ക്ഷമ വെച്ച് പുലർത്തണമെന്ന് നിങ്ങൾക്ക് നല്ലപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതും. അവരെ കഷ്ടപ്പെടുത്തരുത്, ബോധർ ചെയ്യരുത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. അവർ വരട്ടെ, അവരുടെ വിഷമങ്ങൾ മാറിയിട്ട് അവർ വരട്ടെ എന്നുള്ള ആ ഒരു സ്പേസ് കൊടുക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. ഷഫിൾ ഒന്നും ഇവിടെ ചെയ്തിട്ട് ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം. ആക്ച്വലി നിങ്ങളുടെ എനർജി ഞാൻ കൂടുതൽ എടുത്തു. ഏസ് ഓഫ് സ്വാർട്സ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അത്രയും ക്ഷമയോടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ കറണ്ട് എനർജി. ഓക്കെ, ബേസിക്കലി രണ്ടുപേരും തന്നെ അവരവരുടെ എനർജീസ് ഏകദേശം മിറർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് റെസ്പോൺസിബിലിറ്റീസ്, തേർഡ് പാർട്ടി എന്നുള്ളതൊക്കെ കുറച്ചൊരു വെയിറ്റേജ് വരുന്നതായിട്ട്, അവർക്ക് ഇട്ടെറിഞ്ഞ് പോരാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഉള്ളൊരു സാഹചര്യം, ഒരു തടസ്സം അവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അല്ല, നിങ്ങൾ ഉറച്ച് തീരുമാനിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറെ വിശേഷിച്ചൊന്നുമില്ല. അപ്പോൾ അടുത്ത ഒരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.